പ്രിയമുള്ളവരെ, വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇസ്ലാമിക ദവാലോകത്തിന് മറുപടി പറയാനാവാത്ത വിധം കന്യാസ്ത്രീ ഉയർത്തിയ ഒരു സിസ്റ്റർ ഉയർത്തിയ ചോദ്യം ഇപ്പോഴും ദവാലോകത്തിൻ്റെ മുൻപിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതൊന്നുകൂടി പ്ലേ ചെയ്യട്ടെ. എനിക്ക് ഇവിടെ അതൊന്നുമല്ല, ഞാനത് വളരെയേറെ ചോദ്യങ്ങൾക്ക് ഇവിടെ പറഞ്ഞ അഭിപ്രായങ്ങൾക്ക് പ്രതികരിക്കണമെന്നുണ്ട്. പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് പ്രവേശിക്കുന്നില്ല. പക്ഷേ സത്യത്തിലേക്ക് തുറവിയുടെ ഒരു ചർച്ചാവേദിയാണ്, സത്യം കണ്ടെത്തുവാനുള്ള തുറവിയോടുള്ള ഒരു ചർച്ചാവേദിയാണെന്ന് ആദ്യം മുതലുള്ള പരസ്യത്തിൽ നിന്നാണ് ഞാനിവിടെ വന്നത്. പക്ഷേ വചനത്തിലെ വാക്യങ്ങൾ നമ്മൾ തോന്നുന്നത് പോലെ ഇവിടെ വ്യാഖ്യാനിച്ച ഓരോ വചനത്തെയും എടുത്ത് വ്യക്തമായ ഉത്തരം, തെളിവ്, വാക്യത്തിന്റെ അർത്ഥം പറഞ്ഞു തരാനുണ്ട്. ഞാൻ അതിലേക്കും പ്രവേശിക്കുന്നില്ല. എൻ്റെ ചോദ്യം ഇതാണ്: വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉൽപ്പത്തി പുസ്തകത്തില് സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞേക്കുന്നതും തുടർന്ന് പുറപ്പാട് പുസ്തകം മുതൽ ഇങ്ങോട്ട് പഴയ ഉടമ്പടിയിൽ ഇസ്രായേലിനോട് ദൈവം ചെയ്ത ഉടമ്പടിയെക്കുറിച്ചും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുവിലൂടെ ചെയ്ത യേശുവിലൂടെ നിത്യമായി സ്ഥാപിച്ച പുതിയ ഉടമ്പടിയെക്കുറിച്ചും പറയുന്നുണ്ട്. തൗറാത്തും ഇഞ്ചീലും പൂർണ്ണമായി വിശ്വസിക്കുന്ന ഇസ്ലാം വിശ്വാസത്തിലായിരിക്കുന്ന സഹോദരങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇത് മാത്രമാണ്. ഇവിടെ പ്രത്യേകം ഓർക്കണം, തൗറാത്തും ഇഞ്ചീലും ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് മുഹമ്മദിയർ ഏറ്റുപറയുന്നതാണ്. ഖുറാനിലും വ്യക്തിപരമായിട്ട് അവർ ഏറ്റുപറയാൻ കടപ്പെട്ടവരാണ്. അവരോടാണ് ഈ ചോദ്യം ഉയർത്തുന്നത്. തൗറാത്തും ഇഞ്ചീലും പൂർണ്ണമായി വിശ്വസിക്കുന്ന ഇസ്ലാം വിശ്വാസത്തിലായിരിക്കുന്ന സഹോദരങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇത് മാത്രമാണ്. ഈ സൃഷ്ടി നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിൽ, നമ്മളോട് ഉടമ്പടി ചെയ്ത ദൈവത്തിൽ നിത്യമായി തൻ്റെ വചനത്തിലൂടെ മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ച വചനത്തിലൂടെ നിത്യമായ ഉടമ്പടി ചെയ്ത ആ നിത്യ ഉടമ്പടിയിൽ തൗറാത്തും ഇഞ്ചീലും ശരിവെക്കുന്നവര് ഈ സൃഷ്ടിയുടെയും ഉടമ്പടിയുടെയും പുതിയ ഉടമ്പടിയുടെയും സന്ദേശത്തിന്, രക്ഷാകരമായ നിത്യജീവന്റെ പൂർണ്ണതയിലേക്കുള്ള മാർഗത്തിന്, ആ നൽകിയിരിക്കുന്ന സന്ദേശത്തിന് എന്ത് പ്രത്യുത്തരമാണ് കൊടുക്കുന്നത് എന്നാണ്. ഇതാണ് സിസ്റ്ററിൻ്റെ ചോദ്യം. ഈ വിഷയത്തിൽ 2 വീഡിയോകൾ ചെയ്തിരുന്നു. ഇതിൽ എം അക്ബർ സാഹിബ് പറഞ്ഞിരിക്കുന്നത്, ആദ്യമേ അദ്ദേഹം പറയുന്നത് കൃത്യമായി മനസ്സിലായില്ല എന്നുള്ളൊരു പ്രയോഗം അദ്ദേഹം നടത്തുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു വരുന്ന തൃത്വം എന്ന് പറയുന്ന ആ പ്രയോഗം ബൈബിളിലില്ല. ചോദിച്ചതിനല്ല അദ്ദേഹം ഇതിൽ ഉത്തരം പറയുന്നത്, ഒന്ന്. രണ്ടാമത്, കുരിശിൽ മരിച്ചാൽ മതി, പാപം മോചിക്കുമെന്നുള്ളതല്ല ഇസ്ലാമിക വിശ്വാസം, മറിച്ച് പ്രവൃത്തികൾക്ക് തത്തുല്യമായ പ്രതിഫലം ലഭിക്കുമെന്നുള്ളതാണ് ഇസ്ലാമിക വിശ്വാസം മുമ്പോട്ട് വെക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സിസ്റ്റർ ചോദിച്ചത് അതല്ല. സൃഷ്ടിയുടെ, ഉടമ്പടിയുടെ, പുതിയ ഉടമ്പടിയുടെ ഈ പ്രതിഭാസത്തിനോട്, പ്രക്രിയയോട്, അല്ലെങ്കിൽ ഈ ദൈവിക സന്ദേശത്തിനോട് എന്ത് പ്രത്യുത്തരമാണ് പഴയ നിയമവും പുതിയ നിയമവും അനുസരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുവെന്ന് പറയുന്ന മുഹമ്മദിയർക്ക് നൽകുവാനുള്ളതെന്ന സിമ്പിൾ ചോദ്യമാണ് സിസ്റ്റർ ചോദിച്ചത്. പക്ഷേ അതിനകത്ത് അല്പം താത്വികമായ, ഫിലോസഫിക്കലായ, തിയോളജിക്കലായ പ്രയോഗങ്ങൾ വന്നതുകൊണ്ടാകാം ഒരുപക്ഷേ അത്തരം കാര്യങ്ങൾ. കാരണം മുഹമ്മദീയ വിശ്വാസം, പൊളിറ്റിക്കൽ ഇസ്ലാമിനെ സംബന്ധിച്ച് ദേഹമുള്ളൂ, ദേഹിയില്ല, ആത്മാവില്ല. അതുകൊണ്ടല്ല അവിടെ ചെല്ലുമ്പോഴും ഭക്ഷണങ്ങളും പാനീയങ്ങളും ഒക്കെയായി സെക്സുമുള്ള സ്വർഗത്തെക്കുറിച്ചാണ് ഇസ്ലാമിക പണ്ഡിതർ ധാരാളം വീഡിയോകൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മേഖല മനസ്സിലാവില്ല. സിസ്റ്റർ പ്രയോഗിച്ച പ്രയോഗങ്ങൾ മനസ്സിലാകാത്തതിന് കാരണം അതാണ്. എല്ലാം ശരീരത്തിൻ്റെ തലത്തിലാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ സിസ്റ്റർ ചോദിച്ചു സൃഷ്ടിയുടെ. അപ്പോൾ സൃഷ്ടിയെക്കുറിച്ച് ഖുർആൻ പറയുമ്പോൾ ആദവും ഹവ്വായും പാപം ചെയ്തു, അള്ളാഹു പുറത്തു കൊടുത്തു. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്, പാപത്തിലേക്കുള്ള ചായ്വുണ്ടാകരുത്. അഹ്റോൻ മോശയോട് ചോദിക്കുന്നുണ്ട്, ഈ ജനത്തിന് പാപത്തിലേക്കുള്ള ചായ്വ് നിനക്കറിയാമല്ലോ. അപ്പം വിവിധങ്ങളായ രീതിയിൽ ജന്മപാപം എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട്, പാപച്ചായ്വ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദൈവശാസ്ത്രജ്ഞന്മാർ വിശദീകരിക്കുന്നത്, എൻ്റെ ശരീരത്തിൽ ഞാനൊരു നിയമം കാണുന്നു, അതിൻ്റെ ആത്മാവിനെതിരായി പോരാടുന്നു, എൻ്റെ ആത്മാവിലൊരു നിയമം കാണുന്നു, അത് ശരീരത്തിനെതിരായി പോരാടുന്നുവെന്ന അപ്പസ്തോലന്മാരുടെ പ്രയോഗവും അതൊക്കെയാണ്. അപ്പം അള്ളാഹു ആദത്തിനും ഹവ്വായ്ക്കും പുറത്തു കൊടുത്തെങ്കിൽ മക്കൾക്ക് പാപച്ചായ്വ് ഉണ്ടാകരുത്. ഇന്നും മനുഷ്യന് പാപപ്രകൃതിയുണ്ട്. അപ്പം സൃഷ്ടിയുടെ ലക്ഷ്യം, രണ്ടാമത് ഖുർആൻ പറയുന്നത്, ഒന്ന് അള്ളാഹു പാപം പുറത്തു കൊടുത്തു, രണ്ടാമത് സുഖസൗകര്യങ്ങൾ നൽകി നമ്മെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു സൃഷ്ടിച്ചതെന്നാണ് ഇവിടെ പറയുന്നത്. നോക്കിക്കോ, എല്ലാ ശരീരവും മരണം രുചിക്കുന്നതാണ്. നിങ്ങളെ പരീക്ഷിക്കുന്നതിന് നന്മതിന്മകളെ കൊണ്ട് നാം നിങ്ങളെ പരിശോധിക്കുന്നതാണ്. ഇതിനു വേണ്ടിയാണ് സൃഷ്ടി.
ബൈബിളിലെ സന്ദേശം അതല്ല. സൃഷ്ടിയുടെ ബൈബിളിലെ സന്ദേശത്തോട്, രക്ഷയുടെ ഉടമ്പടിയുടെ സന്ദേശത്തിനോട്, രക്ഷയുടെ നിത്യ ഉടമ്പടിയായ പുതിയ ഉടമ്പടിയുടെ സന്ദേശത്തിനോട് മുഹമ്മദീയ ലോകത്തിന്, പൊളിറ്റിക്കൽ ഇസ്ലാമിന്, ദവാലോകത്തിന് എന്തു പറയാനുണ്ടെന്നാണ് ചോദിച്ചത്. എന്താണ് പുതിയതുള്ളതെന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, അപ്പോൾ ഇതിൻ്റെ വ്യാഖ്യാനം നോക്കിക്കോളൂ. ഓരോരുത്തരുടെയും മരണം എല്ലാവർക്കും വരുന്നതും എല്ലാവരും പടച്ചവൻ്റെ സമക്ഷത്തിൽ സന്നിഹിതരാകുന്നതുമാണ്. ഇഹലോകത്തെ സുഖസന്തോഷങ്ങൾ മുഴുവൻ പരീക്ഷണം മാത്രമാണ്. അപ്പോൾ ഇഹലോകത്ത് പരീക്ഷിക്കാൻ വേണ്ടി ഇത്രയും കപ്പാസിറ്റിയുള്ള, കേപ്പബിലിറ്റിയുള്ള, സവിശേഷതകളുള്ള, കഴിവുകളുള്ള മനുഷ്യനെ സൃഷ്ടാവ് സൃഷ്ടിക്കുമോ? ഇതാണ് ചോദ്യം. നമ്മൾ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുമ്പോൾ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ജന്മം കൊടുക്കുന്നത്. എത്ര ബാലിശ്യവും യുക്തിരഹിതവും സാമാന്യ ബോധത്തിനോ സാമാന്യ നീതിക്കോ നിരക്കാത്ത അവകാശവാദമാണ് ഇസ്ലാം ഖുർആൻ മുമ്പോട്ട് വെക്കുന്നത്. ഇതാണ് ചോദ്യം. എന്നാൽ ബൈബിൾ അനുസരിച്ച് ഇവിടെ പർദീസ സൃഷ്ടിച്ച് ഈ പർദീസയിൽ നിങ്ങൾക്ക് ജീവിക്കാം. നിങ്ങൾ നിങ്ങളുടെ ശാരീരിക പ്രവണതകൾക്കനുസരിച്ച് ബുദ്ധിയിൽ നിന്ന്, അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്ന് മാത്രം നിങ്ങൾ ഭക്ഷിക്കരുത്. കണ്ണിന് ഇമ്പമുള്ളത്, ശരീരത്തിന് ഇമ്പമുള്ളത് മാത്രം ഭക്ഷിക്കരുത്. നന്മ തിന്മകളുണ്ട്, നിനക്കിഷ്ടമുള്ളത് എടുക്കാം, നീ തീരുമാനിക്കണം എന്നാണ് തിരുവചനം പറയുന്നത്. ഓരോരുത്തരെയും തന്താങ്ങളുടെ പ്രവൃത്തി അനുസരിച്ച് വിധിക്കുമ്പോൾ അത് പരീക്ഷിക്കാൻ വേണ്ടിയല്ല, മറിച്ച് തീരുമാനം നമ്മുടേതാണ്. ബൈബിൾ അനുസരിച്ച് ദൈവം മനുഷ്യനെ മാനിക്കുന്നു. പരസ്പരം ഒരു മാനിക്കുന്ന തലമാണ് ബൈബിളിലുള്ളത്, അടിമ ഉടമ സമ്പ്രദായമല്ല. ഇതാണ് ചോദിക്കുന്ന ഉടമ്പടി, സൃഷ്ടിയുടെ ഉടമ്പടി. രണ്ടാമത്തെ കാര്യം ഇവിടെ സിസ്റ്റർ പറയുന്നത് ഉടമ്പടിയുടെ സന്ദേശത്തിനോട്. അപ്പോൾ പാപം ചെയ്ത് വീണുപോയി പാപപ്രകൃതിയിലായ മനുഷ്യനെ രക്ഷിക്കുവാൻ പ്രവാചകരിലൂടെ പ്രവാചക ശബ്ദങ്ങളും മോശയിലൂടെ നിയമവും നൽകി. അതിനെ വേണമെങ്കിൽ ജനറലായിട്ട് പഴയ നിയമം എന്ന് പറയുന്നു. ഈ പഴയ നിയമം ഇവിടെ ഉണ്ട്. ഈ പഴയ നിയമം ഉള്ളപ്പോൾ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് എന്ത് പ്രസക്തി? ഏകദൈവ ആരാധനയും കൃത്യമായ കൽപ്പനകളുമുള്ള പഴയ നിയമം, അഥവാ മോശ നൽകിയ നിയമങ്ങൾ അവിടെയുണ്ട്, പ്രവാചകരുടെ കൽപ്പനകളുള്ളപ്പോൾ തന്നെ അള്ളാഹുവിനൊപ്പം പ്രതിഷ്ഠിക്കുന്ന മുഹമ്മദീയ വിശ്വാസത്തിന് എന്ത് പ്രസക്തി എന്നാണ് ചോദ്യം. മൂന്നാമത്തെ കാര്യം, നിയമങ്ങളുടെയും പ്രവചനങ്ങളുടെയും പൂർത്തീകരണം ക്രിസ്തുവിലാണ്. അതായത് സ്നേഹം കൊണ്ട്, ദൈവം സ്നേഹമാണ്, ദൈവം കരുണയാണ് എന്ന് അവിടുന്ന് വെളിപ്പെടുത്തി. സ്നേഹം കൊണ്ട് ലോകത്തെ കീഴ്പ്പെടുത്താം, മാറ്റിമറിക്കാം. സ്നേഹം കൊണ്ട് ലോകത്തെ സ്വർഗരാജ്യം, ദൈവരാജ്യ അനുഭവം ഉണ്ടാക്കാമെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അതാണ് ക്രിസ്തുവിൽ കണ്ടത്. അപ്പോൾ സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊണ്ട് ഈ ഭൂമിയിൽ ഒരു സ്വർഗരാജ്യ അനുഭവം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഒരാൾ പരിശ്രമിച്ച് കൊല്ലപ്പെട്ടാലും ഭയപ്പെടേണ്ടതില്ല. കുരിശിൽ ഞാൻ മരിച്ചു, മൂന്നാം ദിവസം ഉയർത്തതുപോലെ നിങ്ങൾക്ക് എൻ്റെ വഴികളിലൂടെ നടന്ന് നിങ്ങൾ കൊല്ലപ്പെട്ടാലോ മരണപ്പെട്ടാലോ ഭയപ്പെടേണ്ടതില്ല. ഉദ്ധാനമുണ്ടെന്ന് ക്രിസ്തു കുരിശ് മരണത്തിലൂടെ കാണിച്ചു, സാമാന്യ രീതിയിൽ പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ നിന്ന് മൂന്നിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്ത് സന്ദേശം, ഇതിൻ്റെ മുകളിൽ എന്ത് സന്ദേശമെന്നാണ് ചോദിക്കുന്നത്. എത്ര സിമ്പിളാണ് ചോദ്യം. പക്ഷേ ദേവാലോകത്തിന് ഇത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് മറുപടിയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണെന്ന് പറയുന്നത് നന്മ തിന്മകളെക്കുറിച്ചുള്ള വിധി നന്മയ്ക്കും തിന്മയ്ക്കും അനുസരിച്ചുള്ള വിധി ഉണ്ടാകുമെന്നാണ് ഇവർ മറുപടിയായിട്ട് പറയുന്നത്. ബൈബിളിൽ അത് വ്യക്തമാക്കുന്നു. ഇനി പുതിയതായിട്ട് എന്തിനാണ് വേറൊരു ഗ്രന്ഥം എഴുതിയിട്ട് വീണ്ടും അത് പറയുന്നത്? ഇവിടെ കേട്ടോളൂ. അവർ തിന്മ ചെയ്തവർ നിത്യശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും. വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു. പ്രവർത്തിക്കനുസരിച്ച് പ്രതിഫലമുണ്ട്. അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിക്കായും പുറത്തു വരും. അന്ത്യവിധി നാളിൽ നന്മ തിന്മകൾക്കനുസരിച്ച് വിധി ഉണ്ടാവുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അപ്പോൾ പഴയ നിയമമുണ്ട്, പുതിയ നിയമമുണ്ട്. ഇതിലെല്ലാം കൃത്യമായും അന്ത്യവിധിയെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നും പറഞ്ഞില്ലെന്ന് മാത്രവുമല്ല, അള്ളാഹുവിനൊപ്പം തന്നെ പ്രതിഷ്ഠിക്കുകയും പ്രവാചക നിന്നെയും മതനിന്നെയും അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഒരു മതരാഷ്ട്ര സങ്കല്പമല്ലേ സ്ഥാപിച്ചത്. ഇതിന് മുൻ വേദങ്ങളുമായി എന്തു ബന്ധം എന്നാണ് ചോദ്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട ദേവാലോകമേ, നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ഞാൻ ഖുറാനിൽ നിന്ന് തന്നെയാണ് വായിക്കുന്നത്. പറയുക, ഞാനൊരു പുതിയ ദൂതനല്ല, എന്നോടും നിങ്ങളോടും എന്ത് പ്രവർത്തിക്കപ്പെടും എന്ന് എനിക്കറിയില്ല. ഖിയാമത്ത് നാളിൽ എന്തു സംഭവിക്കുമെന്ന് അറിയത്തില്ലാത്ത ഒരുവനെയാണ് നിങ്ങൾ പിൻപറ്റുന്നത്. അപ്പം പ്രവാചകർക്കറിയാമായിരുന്നു എന്ത് പറ്റുമെന്ന്, യേശു കർത്താവിനറിയാമായിരുന്നു എന്ത് പറ്റുമെന്ന് തന്നെ പിൻപറ്റുന്നവർക്ക്. പക്ഷേ ഇവിടെ അറിയില്ല. എനിക്കും നിങ്ങൾക്കുമുള്ള വിധി ഞാനല്ല പറയേണ്ടത്. എനിക്കറിഞ്ഞുകൂടാ, അത് പറയാൻ പോലും ഞാൻ യോഗ്യനല്ല. എനിക്കറിയില്ല. ഞാൻ പിൻപറ്റുന്നത് എനിക്ക് ബോധനം നൽകപ്പെടുന്നത് മാത്രമാണ്. ഞാൻ വ്യക്തമായ മുന്നറിയിപ്പുകാരൻ മാത്രമാണ്. ഇദ്ദേഹം എന്ത് ചെയ്തു? അള്ളാഹുവിൻ്റെ ഒപ്പം കയറിയിരുന്നു. മുൻ പ്രവാചകരെയും യേശു ക്രിസ്തുവിനെയും ഉടമ്പടിയിലൂടെയുള്ള രക്ഷയെയും
നിയമത്തിൻ്റെ പൂർത്തീകരണമാകുന്ന പുതിയ നിയമമാകുന്ന ക്രിസ്തുവിലൂടെയുള്ള രക്ഷയെയും പ്രഘോഷിക്കേണ്ടതിന് പകരം അള്ളാഹുവിനൊപ്പം തന്നെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് നിങ്ങൾ എപ്പോഴൊക്കെ അള്ളാഹുവിൻ്റെ പേര് പറയുന്നു ആ കൂടെ എൻ്റെ പേരും പറയണം, രക്ഷപ്പെടണമെങ്കിൽ ഷഹാദത്ത് കലിമ ചെല്ലുമ്പോൾ എൻ്റെ പേരും പറയണം, ബാങ്ക് കൊടുക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എപ്പോഴും എൻ്റെ പേര് പറയണം, അങ്ങനെ അള്ളാഹുവും പ്രവാചകനുമാകുന്ന ബഹുദൈവ ആരാധനയിലേക്ക് നിങ്ങളെ നയിച്ചു. പറയുക, എനിക്ക് എന്ത് പ്രവർത്തിക്കപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് 46-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യമാണ് വായിച്ചത്. ഇനി വീണ്ടും 40-55, താങ്കൾ സഹിക്കുക, തീർച്ചയായും അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാണ്. താങ്കളുടെ വീഴ്ചകൾക്ക് മാപ്പിരക്കുക, പ്രഭാതത്തിലും പ്രദോഷത്തിലും താങ്കളുടെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവൻ്റെ മഹത്വങ്ങൾ വാഴ്ത്തുക. പാപപ്പൊറുതി ചോദിക്കണം. യാതൊരുവിധ പാപവുമില്ലാത്ത, തിന്മ ചെയ്യാത്ത, മരിക്കാത്ത, തൻ്റെയും മറ്റുള്ളവരുടെയും മരണത്തിൻ്റെ മേൽ അധികാരമുള്ള ക്രിസ്തുവിൻ്റെ മുകളിലേക്ക് പാപങ്ങൾക്ക് മാപ്പ് ചോദിക്കുകയും തൻ്റെ അന്ത്യവിധി തീരുമാനിക്കാൻ തനിക്ക് സാധിക്കുകയില്ലെന്ന് പറയുകയും ചെയ്ത മനുഷ്യൻ വന്നു. മനുഷ്യാരാധന. അങ്ങനെയുള്ളൊരു വ്യക്തി എല്ലാ പ്രവാചകരെയും മാറ്റി നിർത്തിയിട്ട് അള്ളാഹുവിനൊപ്പം തന്നെ പ്രതിഷ്ഠിക്കുക. ഇതിൻ്റെ യുക്തിരാഹിത്യവും മുൻ വേദങ്ങളെ നിഷേധിക്കുന്ന നിലപാടുമാണിത്. ഒരൊറ്റ ഇസ്ലാമിക ദേവാലോകത്തിനും ഇതിന് മറുപടി പറയുക സാധ്യമല്ല. ഇത് ഖുറാൻ്റെ വാദമാണ്. 3:79 നിന്നെ അല്ല പിൻപറ്റേണ്ടത്, വേദങ്ങളെയാണ്. പിന്നെ എങ്ങനെ പ്രവാചക നിന്ദയുണ്ടായി? പിന്നെ എങ്ങനെ മതനിന്ദയുണ്ടായി? എവിടെയാണ് മറ്റ് പൂർവ്വവേദങ്ങളിൽ മതനിന്ദയും പ്രവാചക നിന്ദയും ഉള്ളത്? എന്നിട്ടും നിങ്ങൾക്ക് കാര്യം മനസ്സിലാകുന്നില്ല. നീ മാപ്പിരക്കേണ്ടവനാണ്. വ്യക്തമായി 40-55, 23-118 എന്നുകൊണ്ട് നീ മാപ്പിരക്കേണ്ടവനാണ്. മാപ്പിരക്കേണ്ടവനും തൻ്റെ മരണശേഷം തൻ്റെ വിധിയെക്കുറിച്ച് അറിയത്തില്ലാത്തവനുമായ ഒരുവൻ മറ്റു പ്രവാചകരെല്ലാം മാറ്റിവെച്ചിട്ട്, നിയമത്തിൻ്റെ പൂർത്തീകരണമാകുന്ന ക്രിസ്തുവിനെ മാറ്റിവെച്ചിട്ട്, മരണത്തിൻ്റെ മേൽ അധികാരമുള്ളവനെ മാറ്റിവെച്ചിട്ട്, വീണ്ടും വിധിയാളനായി വരുന്ന ക്രിസ്തുവിനെ മാറ്റിവെച്ചിട്ട് തന്നെ തന്നെ പ്രതിഷ്ഠിച്ചു. അങ്ങനെ നിങ്ങളെ വഞ്ചിച്ചു. എന്നിട്ട് നിങ്ങൾക്കിത് മനസ്സിലാകുന്നില്ല. ഒരു വാക്യം കൂടി വായിക്കാമേ. ഇത് 3-ാം അധ്യായത്തിൻ്റെ 185. എല്ലാ ശരീരവും മരണമാസ്വദിക്കുന്നതാണ്. കിയാമത്ത് നാളിൽ നിങ്ങളുടെ പ്രതിഫലം പൂർണ്ണമായി നൽകപ്പെടുന്നതാണ്. എന്നാൽ മോശയടങ്ങുന്ന പ്രവാചകർ നൽകിയ ആ കൽപ്പന ആ കാലഘട്ടത്തിന് മതിയായതായിരുന്നു. അതിൻ്റെ പൂർത്തീകരണം ക്രിസ്തുവിലേക്ക് വന്നു. ക്രിസ്തു കൃത്യമായി പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവനും, ഞാൻ കാണിച്ചു തന്ന വഴിയിലൂടെ നടന്നാൽ ശിക്ഷാവധിയില്ല. നിങ്ങൾക്ക് അനുകരണീയമായൊരു മാതൃക ഞാൻ നൽകിയിരിക്കുന്നു. ഈ വഴിയിലൂടെ നിങ്ങൾ നടന്നാൽ നിങ്ങൾക്ക് രക്ഷ ഉറപ്പാണെന്ന് പറഞ്ഞു ക്രിസ്തു. ഇവിടെ ഉറപ്പില്ല. പാപത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും മരണത്തിന് ശേഷം ഉറപ്പില്ലാത്തതുമായ ഒരു ഗ്രന്ഥവും അള്ളാഹുവിനൊപ്പം തന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നതുമായ ഒരു പ്രവൃത്തിയെയാണ് നിങ്ങൾ പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും പകരം മുമ്പോട്ട് വെക്കുന്നത്. അത് 600 വർഷങ്ങൾക്ക് ശേഷമാണ്. നിങ്ങൾ ചിന്തിക്കണം. ഇനി ഇതും കൂടെ വായിച്ച് നിർത്താം. ഒരു വ്യക്തിക്ക് അള്ളാഹു വേദഗ്രന്ഥവും തത്വജ്ഞാനവും പ്രവാചകത്വവും നൽകിയ ശേഷം അദ്ദേഹം ജനങ്ങളോട് നിങ്ങൾ അള്ളാഹുവിനെ വിട്ട് എന്നെ ആരാധിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും യോജിക്കുന്നതല്ല. മറിച്ച് നിങ്ങൾ വേദഗ്രന്ഥത്തെ പഠിപ്പിക്കുകയും സ്വയം പഠിക്കുകയും ചെയ്യുന്നതിലൂടെ നിങ്ങൾ പടച്ചവൻ്റെ അടുത്തയാളാകുന്നു. 3-ാം അധ്യായത്തിൻ്റെ 79. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഖുറാൻ മുമ്പോട്ട് വെക്കുന്നത്. ഈ ഖുറാൻ മുമ്പോട്ട് വെക്കുന്നതിനകത്ത് സൃഷ്ടിയുടെ സന്ദേശത്തിനോട്, നിയമത്തിലൂടെയുള്ള രക്ഷ, മോശയുടെ നിയമത്തിലൂടെയുള്ളതായ സന്ദേശത്തിനോട്, ക്രിസ്തുവിൻ്റെ നിയമത്തിൻ്റെ പൂർത്തീകരണമാകുന്ന പുതിയ നിയമം സ്നേഹത്തിൻ്റെ കൽപ്പനയോട് എന്ത് പ്രത്യുത്തരമെന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിനൊപ്പം മറ്റൊരു മനുഷ്യനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് മനുഷ്യ ആരാധന, പ്രവാചക ആരാധന നടത്തുന്ന ഒരു പ്രത്യയശാസ്ത്രം മുമ്പോട്ട് വെക്കുകയും അങ്ങനെ എല്ലാ നിയമങ്ങളെയും, എല്ലാ പ്രവചനങ്ങളെയും, എല്ലാ പ്രവാചകരെയും, മുൻവേദ ഗ്രന്ഥങ്ങളെയും തിരസ്കരിക്കുന്നൊരവസ്ഥയിലാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുള്ളത്. ഈ സത്യം നിങ്ങൾക്ക് തിരിച്ചറിയാനിടയാകട്ടെ.